കളമശ്ശേരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററേ ഉള്ളൂ മലയാറ്റൂർക്ക്. ടൗൺ വിട്ട് കഴിഞ്ഞ് മലയാറ്റൂർ മല എത്തണേറ്റ് മുൻപ് കുറച്ച് ദൂരം ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റും. നല്ല സീനറിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മലയാറ്റൂർ കുരിശുമല കയറാൻ പോണത്. ഇതിനു മുമ്പ് 2 വർഷം അടിവാരം പള്ളി വരെ പോയി തൊഴുതിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര വളരെ പെട്ടെന്നുണ്ടായൊരു യാത്രയാണ്. ഞങ്ങളുടെ യാത്രകൾ കൂടുതലും അങ്ങനെ തന്നെയാണ് കേട്ടോ, വളരെ പ്ലാനിങ് ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാ വർഷവും ഇവിടെ മല കയറുന്നവരാണ്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വേറെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു യാത്ര സാധിച്ചത്. റോഡ് സൈഡിൽ കാണുന്ന ഈ ഒരു തടാകത്തിൻ്റെ പേര് നക്ഷത്ര തടാകം എന്നാണ്. ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ചുറ്റും നക്ഷത്രങ്ങൾ ഇട്ടിട്ട് കാർണിവൽ പോലെയൊക്കെ അത്ര പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ചുറ്റും നക്ഷത്രങ്ങളൊക്കെ ഇട്ടിട്ട് ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നക്ഷത്ര തടാകം കാമൻ ക്വൈറ്റായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണം. ആ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പോണത്. താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു. പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ 2-3 പേര് മെഴുകുതിരിയും ആൾരൂപമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് നടക്കുമ്പോൾ വഴിയുടെ 2 സൈഡിലും ഇങ്ങനെ കച്ചവടക്കാരുണ്ട്. ഇങ്ങനെ വലിയ വടിയൊക്കെ ഇല്ലേ, അത് എന്തിനാന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴാണ് മനസ്സിലായത്. നമുക്കൊരു താങ്ങായിട്ട് അത് നല്ലതാണ് ശരിക്കും. എല്ലാ വർഷവും ദുഃഖവെള്ളി സമയത്താണ് വിശ്വാസികൾ കുരിശും ചുമന്ന് മല കയറണത്. അങ്ങനെയാണ് കുരിശുമല എന്ന പേര് വന്നത്. വലിയ നോയമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കുരിശിൻ്റെ വഴി. യേശുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശിൻ്റെ വഴി ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന സ്ഥലമാണ് മലയാറ്റൂർ. കേരളത്തിൽ അന്താരാഷ്ട്ര പ്രാധാന്യം നേടിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മലയാറ്റൂർ പള്ളി. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന തോമാസ് ലീഹയാണ് മലയാറ്റൂർ പള്ളി സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. ആദ്യം തന്നെ ഇവിടെ വന്ന് തൊഴുത് മെഴുകുതിരി കത്തിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അപ്പം മിക്ക വിശ്വാസികളും ഇങ്ങനെ കുരിശൊക്കെ എടുത്തിട്ടല്ലേ കയറുന്നത്. വലിയ കുരിശൊക്കെ കൊണ്ട് കയറുന്നവരുണ്ട് ഇത്ര, ഇങ്ങനെ ഗ്രൂപ്പായി വന്നിട്ട്. അല്ലെങ്കിൽ ചെറിയ കുരിശ് അവിടെ വഴിവെക്കൽ കണ്ടില്ലേ, അങ്ങനത്തെ കുരിശും വാങ്ങിയിട്ട് കയറുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ താഴേന്ന് ഒരു കല്ലെടുത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പിന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ എന്താ വിഷയം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വിഷ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കല്ലും കൊണ്ട് ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് കയറിയിട്ട് മുകളിലെത്തുമ്പോൾ അത് അവിടെ വയ്ക്കുക. അങ്ങനെ ഞാനും ഒരു ചെറിയ കല്ലെടുത്ത് പ്രാർത്ഥിച്ച് കയ്യിൽ പിടിച്ചു. പിന്നെ ഒരു കയ്യിൽ ഗോപ്രോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കയറി തുടങ്ങി. ഇവിടെ നിന്ന് കുറച്ച് കയറുമ്പോൾ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട് ഇതുപോലെ. പിന്നെ അങ്ങോട്ട് പാറക്കല്ലുകളാണ്, ഉരുളം പാറക്കല്ലുകളാണ്. കുറച്ച് കയറ്റം. അത് ഇവിടെ ഒരു കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ 14 പോയിന്റുകളുണ്ട്. ഈ 14 പോയിന്റുകളിലും നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. അവിടെ വിശ്വാസികൾ പ്രാർത്ഥന ചൊല്ലൂട്ട. അവരുടേതായ പ്രാർത്ഥനകൾ ഓരോ കുരിശിൻ്റെ വഴിയിലും ചൊല്ലും. 1, 2, 3, 4, 5, 6 അങ്ങനെ 14 എണ്ണമാണ്. അതിൽ 3-4 പോയിന്റ് എത്തണ വരെ നല്ല കയറ്റം പോലെയാണ്. പിന്നെ ഈ പാറക്കല്ലുകളും കൂടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ ഞാനൊക്കെ പതുക്കെയാണ് കയറിയത്. താഴെ കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പാറകൾ, അതുപോലെ തന്നെ വലിയ പാറകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ നടന്നു പോകണത്. പതുക്കെ പോയാൽ മതി കേട്ടോ. ഞങ്ങൾ 6:30 ആയപ്പോഴാണ് കയറി തുടങ്ങിയത്. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ 9 മണി. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ക്ഷീണമൊക്കെ തോന്നി. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇരുന്നു. പിന്നെ ഇങ്ങനെ 14 പോയിന്റുകളുള്ള കാരണം നമ്മൾ അവിടേക്ക് നിന്ന് പ്രാർത്ഥിക്കും. ഇവരുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഒരു റെസ്റ്റാണ്. പിന്നെ കുടിവെള്ളം ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ പോയാൽ മതി. മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ടാണ് പലരും കയറുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കം എന്നും പറയണ കേട്ടു.
അങ്ങയുടെ നാമം പരിശുദ്ധരൂപികളുമായ ക്രൂരന്മാരോടും പ്രാർത്ഥനമാരോടും ചേർന്ന് നാഥനായ ഉയർന്ന ജലത്തിൽ നിന്ന് നമ്മൾ മല കയറി മുകളിലെത്തുമ്പോൾ അവിടെ മാർത്തോമ മണ്ഡപത്തിലാണ് ആദ്യം പോയി പ്രാർത്ഥിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് കുർബാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ആന കുത്തിയ പള്ളി എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്. അത് പണ്ട് കാലത്ത് ഇവിടെ ഇതിനേറ്റവും ഭയങ്കര ഒരു വനല്ലേ, വനപ്രദേശമായിരുന്നു അത്. അപ്പോൾ ഇവിടെ കാട്ടാനകൾ വന്ന് കുത്തിയ പാടുകൾ അവിടെ ഇപ്പോഴും കാണാം. ഞാനതിൽ എടുത്തിട്ടുണ്ട് അത്. പിന്നെ പൊന്നിൻ കുരിശ് പാറയുണ്ട്, തോമാസ് ലീഹയുടെ കാൽപ്പാടുകൾ എടുക്കുന്നുണ്ട് അവിടെ. അപ്പം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഇവിടെ പിന്നെ കാണാനുള്ളത്. മല കയറി ക്ഷീണിച്ച് വരുന്നവർക്ക് അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ചുക്ക് കാപ്പി പിന്നെ ബ്രെഡ് പൊരിച്ചതൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങളും കഴിച്ചു കേട്ടോ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. നിങ്ങളുടെ പിതാവേ ഇവിടെ മുകളിൽ നമുക്ക് പൊന്നിൻ കുരിശുള്ള പള്ളിയും പഴയ പള്ളിയൊക്കെ കാണാം. ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് ഒരുപാട് മലനിരകളും കാടുകളും ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇനി കാണുന്നതാണ് ആന കുത്തിയ പള്ളി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പള്ളിയിലൊക്കെ കയറി അങ്ങനെ തിരിച്ചിറങ്ങി. ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിപ്പിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇതാരുടെ മേൽ വീഴുന്നുവോ അവനെ അങ്ങ് ധൂളിയാക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്തിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം മുന്തിരിത്തോട്ടത്തിലെ കൃഷിയായിട്ടുള്ളത്. ഇവിടെ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ച് കടന്നു പോകുന്ന കൃഷിക്കാരനെ കുറിച്ച് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക. ഇത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു മനോഹരമായ ഒരു ഉപമയിലൂടെ
അക്കാലത്തെ പരിസരെയും നിയമജ്ഞരെയും ഒക്കെ പഠിപ്പിക്കുന്നത് നാം കാണുക. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം ഞാൻ നിങ്ങളുടെ കയ്യിൽ കാവലിനായി നിങ്ങളെ. ഇവിടെയാണ് തോമസ് ലീഹയുടെ കാലടിപ്പാദങ്ങൾ പതിഞ്ഞു എന്ന് പറയുന്ന സ്ഥലം. യേശുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ശിഷ്യന്മാർ ലോകമെങ്ങും സുവിശേഷ പ്രചരണത്തിനായി പോയപ്പോൾ ഭാരതത്തിലേക്ക് വന്നത് തോമസ് ലീഹയായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ഇത്തവണ ഈ കുരിശുമല കയറാനും പ്രാർത്ഥിച്ചിറങ്ങാനൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം നമ്മൾ കയറി വന്നപ്പോൾ അവിടെ എത്തുമ്പോൾ പിന്നെ ആ ക്ഷീണം തോന്നണില്ല കേട്ടോ, ഈ മല കയറിയ ക്ഷീണം. പിന്നെ ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരുന്നു താഴെ നിന്ന് കയറുമ്പോൾ. പക്ഷേ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല. ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതായത് കാലിങ്ങനെ വിറയ്ക്കണ പോലെ തോന്നും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ പതുക്കെ പതുക്കെ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. കാലുവേദന അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികമില്ല. അടിവാരം പള്ളിയിൽ ആദ്യം വന്നപ്പോൾ ഈ ഒരു കുരിശുമുടി കയറണം എന്നെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം സാധിച്ചു അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.